കൊല്ലം പുത്തൂരിൽ RSS പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ CPM പ്രവർത്തകരായ 5 പ്രതികൾക്ക് തടവ് ശിക്ഷ. കല്ലുമൂട് ശാഖ മുഖ്യ ശിക്ഷകായിരുന്ന രഞ്ജിത്തിനെയാണ് 2015 പ്രതികൾ വെട്ടി പരിക്കേൽപ്പിച്ചത്. കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2015 സെപ്റ്റംബർ 9 കേസിനാസ്പദമായ സംഭവം. കുണ്ടറയിലെ ഇരുചക്രവാഹന ഷോറൂമിലെ ജീവനക്കാരനായിരുന്നു രഞ്ജിത്ത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ ബൈക്ക് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് പുറത്തു വിളിച്ചു വരുത്തി ആക്രമിക്കുകയായിരുന്നു. മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ശരീരത്തിൽ 16-ലധികം വെട്ടേറ്റു. കേസിൽ പുത്തൂർ കൈതക്കോട് സ്വദേശികളായ അജിത്, സഹോദരങ്ങളായ ജിജോ മാത്യു, സിജോ മാത്യു, അനുരാഗ്, സുരേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ CPM പ്രവർത്തകരും അബ്കാരി കേസിലുൾപ്പെടെ പ്രതികളുമാണ്. മുഖ്യപ്രതിയുടെ നേതൃത്വത്തിൽ ചാരായം വാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് എക്സൈസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ വിരോധത്തിലായിരുന്നു ആക്രമണം. പ്രധാന പ്രതിയായ വേറെ സുരേഷ്, അയാൾക്കെതിരെ ഞാൻ എഴുകോൺ എക്സൈസിലും അതുപോലെ തന്നെ എഴുകോൺ പോലീസിലും അദ്ദേഹത്തിൻ്റെ വ്യാജ ചാരായ നിർമ്മാണത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരം ഞാനായിട്ടും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഉപദ്രവിക്കുമെന്ന്, ഇങ്ങനെ വെട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ സത്യം പറഞ്ഞാൽ എനിക്കില്ലായിരുന്നു. അവരെ അടിക്കും അവരെ ഉള്ള അവരുടെ ഉള്ളായിരുന്നു. പക്ഷേ എന്നെ ക്രൂരമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഇതാണ് അവസ്ഥ, നിലവിലെ അവസ്ഥ. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രഞ്ജിത്ത് ഏറെക്കാലം ചികിത്സയിലായിരുന്നു. ഇന്ന് വീൽ ചെയറിലാണ് കോടതിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ പ്രതികളെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ശിക്ഷ വിധിച്ചത്. 8 വർഷം കഠിന തടവും ഓരോ ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. കേസിൽ 29 രേഖകളും 22 സാക്ഷികളും തൊണ്ടിമുതലുകളും ഹാജരാക്കി. ആക്രമണത്തിനുപയോഗിച്ച വെട്ടുകത്തി, കൊടുവാൾ തുടങ്ങിയ മാരകായുധങ്ങളും പ്രതികൾ അക്രമത്തിന് പദ്ധതിയിട്ട മൊബൈൽ ഫോണുമടക്കം കണ്ടെത്തിയിരുന്നു. ജനം, കൊല്ലം.